ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നൗഷിക്. അപ്പോൾ ഇന്നും മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചത്തിരുന്നു. അപ്പം അത് ബേസ് ചെയ്ത് ഇന്നലെ ഗെയിം പ്ലേ നിർത്തി. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കയ്യിലുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്കിനി ഒരു വില്ലേജ് കണ്ടുപിടിക്കണം, പിന്നെ മൈൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് പോകാം. നമുക്കിനി എക്സ്പ്ലോർ ചെയ്യാണ്ട് ഒരുപാട് വില്ലേജൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എല്ലാം എടുത്ത് പോകാം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചുറ്റിനും മഡ് വെച്ച് ഒരു ചെറിയൊരു ഇതുണ്ടാക്കിയതായിരുന്നു. അപ്പം ഫുഡ് നമ്മളെ കയ്യിലുണ്ട്. അയൺ കിട്ടിയിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന 3 അയൺ വെച്ച് ഞാനൊരു ബക്കറ്റ് ഉണ്ടാക്കി. എപ്പോഴെങ്കിലും യൂസായത് കേവിലേക്കൊക്കെ ഇറങ്ങുന്നൊരാവശ്യം വരുമല്ലോ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഞാനൊരു ബക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് സാൻഡ് എടുക്കാം. സാൻഡ് ആവശ്യം വരും. അപ്പം വീട് വെക്കുന്ന നമ്മൾ ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കാൻ സാൻഡ് എന്തായാലും ആവശ്യം വരും. അപ്പം ഇന്ന് മാക്സിമം നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഷിപ്പിൽ എന്തായാലും നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കാം, അതിൽ എന്തൊക്കെ നമുക്കുള്ളതെന്ന്. ചിലപ്പം ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും, ചിലപ്പോൾ പേപ്പർ, ബുക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് എന്താ നോക്കാം. ആദ്യം നമുക്കൊരു ഡോറ് വേണം, അല്ലാതെ വെള്ളത്തിനടിയിൽ ഓക്സിജൻ കിട്ടാതെ ചത്തുപോകും. പിന്നെ റീസ്പോൺ പോയിൻ്റ് ഇട്ട് അപ്പുറത്ത് അവിടെ ആയിരിക്കും കിട്ടുക, കാരണം ഇപ്പോൾ ബെഡ് അവിടെ നിന്ന് എടുത്തത് കൊണ്ട്. അപ്പം നമുക്ക് ആദ്യം ഡോർ ഉണ്ടാക്കാം. ഒരു 3 ഡോർ കിട്ടി. 3 ഡോർ മതിയാവും നമുക്ക് താഴത്ത് സർവൈവ് ചെയ്യാൻ. കുറച്ച് ടൈം മതിയല്ലോ. അപ്പം അവിടെ നിന്ന് ചെസ്റ്റും കിട്ടുകയാണെങ്കിൽ 2 ചെസ്റ്റും ഉണ്ടാവും. ആ 2 ചെസ്റ്റും നമുക്ക് എടുക്കാം. അതൊക്കെ എടുത്തിട്ട് നമുക്ക് വില്ലേജ് തപ്പിപ്പോവാം. വില്ലേജ് കിട്ടിയാൽ ഇന്ന് തന്നെ ഈ എപ്പിസോഡിൽ തന്നെ വില്ലേജ് കിട്ടിയാൽ നമ്മൾ അവിടെ തന്നെ ഒരു ഹൗസ് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അടുത്ത ഷിപ്പിൽ എന്തൊക്കെ ഉള്ളതെന്ന് പോയി നോക്കാം. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറണം. അവിടെ പുറത്ത് എവിടെയും ചെസ്റ്റ് കാണുന്നില്ല. അപ്പം മിക്കവാറും ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഉള്ളിൽ തന്നെ ആയിരിക്കും ചെസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മളിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെസ്റ്റിലേക്ക് മാറ്റണം. അല്ലാതെ അതിൽ ഉള്ള സാധനവും നമ്മളിലുള്ള സാധനം എല്ലാം കൂടി ഇൻവെൻട്രി ഫുള്ളാവും. അപ്പം മൊത്തം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ആദ്യം നമ്മളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തൊരു ചെസ്റ്റ് വെച്ച് അതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ താഴത്തേക്ക് എടുക്കുന്നുള്ളൂ. ബാക്കിയൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ വെച്ച് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ടൂൾസും കാര്യമൊന്നും ആവശ്യമില്ല. ഫുഡും ഡോറും എടുത്തേക്ക്. ഓൾറെഡി 2 ഡോറ് ഞാൻ താഴത്ത് പ്ലേസ് ചെയ്തേക്ക്. അവിടെ നോക്കിയപ്പോൾ ഇൻവെൻട്രിയിൽ അത്യാവശ്യം തോന്നുന്ന സാധനമുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ചെസ്റ്റിലുണ്ട്. അതെല്ലാം കൂടി ഇൻവെൻട്രി കൊള്ളൂല. അതുകൊണ്ടാണ് ഇപ്പോൾ ചെസ്റ്റിൽ ഓൾറെഡി ഉള്ള സാധനം അവിടെ ഇവിടെ വെച്ചത്. ഇതിൻ്റെ ഇടയിൽ നൈറ്റ് ആവുകയും ചെയ്തത്. അപ്പം നൈറ്റ് ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് കടന്നിട്ട് രാവിലെ ആയതിനു ശേഷം ബാക്കി നോക്കാം. കാരണം വെള്ളത്തിൻ്റെ അടിയിലും ഇപ്പോൾ സോംബീസ് ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് കിട്ടിയാൽ റീസ്പോൺ പോയിൻ്റ് ഞാൻ പറഞ്ഞല്ലോ, ബെഡ് അവിടെ നിന്ന് എടുത്തത് കൊണ്ട് ഇനി ചിലപ്പോൾ എവിടെയോ ആയിരിക്കും പോയി സ്പോൺ ആവുക. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങളും പോവും. ഇത്രയും കളിച്ചതെല്ലാം വെറുതെ ആയിപ്പോവും. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങി നോക്കാം താഴത്ത് എന്തൊക്കെ ചെസ്റ്റിലുള്ളത്, നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ ചെസ്റ്റ് താഴത്ത് ആ ഷിപ്പിൻ്റെ അകത്താണുള്ളത്, പുറത്തില്ല. പുറത്ത് നമുക്ക് നോക്കി അകത്തേക്കായിട്ടാണ് ഇത് വരുന്നത്. ചെസ്റ്റ് 2 വരുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ താഴത്തൊരു സ്കെൽട്ടൺ ഉണ്ട്. ആ സ്കെൽട്ടൺ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വാഡ് കൈപിടിക്കാം. ബെഡ് നമുക്ക് അങ്ങോട്ട് തന്നെ മാറ്റുക. അപ്പോൾ ഓക്കെ, നമുക്ക് സോംബി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നല്ലോ. ഇത് വെള്ളത്തെ പ്രശ്നമാണ്. ഒരു വെള്ളത്തിൽ നമ്മൾ ചിലപ്പോൾ ഇതാക്കിയോടും. അപ്പോൾ ഓക്കെ, നമ്മൾ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചെസ്റ്റ് തുറന്നു. അപ്പോൾ ചെസ്റ്റിൽ ബുക്കും പേപ്പറും ഒരു മാപ്പും 3 തൂവലാണുള്ളത്. നമുക്ക് മാപ്പ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇന്ന് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആ മാപ്പ് ട്രഷർ എടുക്കാൻ പോകാം. അപ്പം ആദ്യം തന്നെ ഇതിലും പേപ്പറാണുള്ളത്. പേപ്പറും പോയിസൺ പൊട്ടാറ്റോയും ഷുഗർ കേക്കും ഒക്കെ ആണുള്ളത്. ചെസ്റ്റിൻ്റെ ആവശ്യം നമുക്കില്ല. ചെസ്റ്റ് ഇട്ടാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് പോയിസൺ പൊട്ടാറ്റോ നമുക്ക് ആവശ്യമില്ല. എന്നാലും വെറുതെ ജസ്റ്റ് ഓക്കെ, പോയിസൺ പൊട്ടാറ്റോ എടുത്തേക്ക്. നമുക്ക് എന്തായാലും അത് പുറത്ത് പോയിട്ട് കളയാം. ഇനി അത് നമുക്കെന്തായാലും അതിനോട് ഉപകാരമില്ല. അപ്പോൾ അത് പുറത്ത് പോയിട്ട് കളയാം. അതിൽ നിന്ന് ഞാൻ അറിയാണ്ട് എക്വിപ്പ് ചെയ്ത് പോയതാണ്.
ഓക്കെ, നമുക്ക് ഇനി നമ്മളെ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുക, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയുകയും ചെയ്യാം. അപ്പോൾ ചെസ്റ്റും നമുക്ക് ആവശ്യമില്ല, പോയ്സൺ പൊട്ടാറ്റോസും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ത്രോ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ഇൻവെൻട്രിയിലേക്ക് നമ്മളെല്ലാ സാധനങ്ങളും കയറ്റാം, ചെസ്റ്റും നമുക്ക് വെക്കാം. അപ്പം ടോട്ടലി 3 ചെസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് 2 താഴത്തുനിന്ന് ഞാൻ പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇതെടുത്തു. ഇനി എനിക്ക് വില്ലേജ് കണ്ടുപിടിച്ചതിന് ശേഷം വേണം മൈൻ ചെയ്യാൻ. അയൺ ആർമറിലേക്ക് മാറണം, അയൺ വെപ്പൺസൊക്കെ ഉണ്ടാക്കണം, അയൺ ഫാം, അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ചെസ്റ്റ് പൊട്ടിക്കാം. ഓക്കെ, ചെസ്റ്റ് പൊട്ടിച്ചു. അപ്പം നമുക്കിനി പോവാം. ഇനി വില്ലേജും തപ്പിയുള്ള യാത്രയാണ് ഗൈസ്. ബോൺസും നമുക്ക് വേണ്ട, ബോൺസും ത്രോ ചെയ്തു. അപ്പം 3 പേപ്പറും ഒരു മാപ്പും കുറച്ച് ബുക്കുമാണ് നമുക്കിപ്പോൾ ആ ചെസ്റ്റ് തുറന്നതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ മാപ്പേ ഉപകാരമായിട്ട് വരത്തുള്ളൂ. മാപ്പിൽ ട്രഷർ അവിടെയാണ് കാണിക്കുന്നത്, പക്ഷേ ഞാനിപ്പോൾ അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ എവിടെ ഒരു വില്ലേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പംകിങ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടാവും. പംകിങ്സ് കാണുന്നിടത്ത് എവിടെയെങ്കിലുമൊക്കെ വില്ലേജ് ഉണ്ടാവേണ്ടതാണ്. അപ്പം ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ നോക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ എവിടെയും ഇല്ല ഗൈസ്. ആ ഒരു ഏരിയ മൊത്തം നോക്കി, ആ ഏരിയയിൽ എവിടെയും ഇല്ല. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഈ ഏരിയയിൽ എവിടെയെങ്കിലും പംകിങ്സ് ഉണ്ടോ നോക്കാം. താഴത്ത് നല്ല വലിയ കേവാണ് ഗൈസ്. മൈൻ ചെയ്യാൻ പറ്റിയ ഏരിയാസാണ്, ബട്ട് മൈൻ ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ഇപ്പോൾ കയ്യിലില്ല. പോരാത്തതിന് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണല്ലോ. ഓക്കെ, ഇവിടെയും പംകിങ്സ് ഉണ്ട്. അപ്പം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടാവും. നമ്മൾ ഏകദേശം വില്ലേജിൻ്റെ അടുത്ത് എത്താവാനെനിക്ക്. ഇതിപ്പോൾ 2ാമത്തെ സ്ഥലത്താണ് പംകിങ്സ് കാണുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടാവും. ചിലപ്പം വില്ലേജ് ചെറിയ വില്ലേജോ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, വലിയ വില്ലേജ് ആയിരിക്കത്തില്ല. കാരണം ഇവിടെ ഈ ഏകദേശം ഈ ഒരു മല പോലുള്ള ഏരിയയിലൊക്കെ അങ്ങനെയാണ്, ചെറിയ വില്ലേജാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ഒരുപാട് കേവ്സ് ഉണ്ട്, മൈൻ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ലോങ്ങൊന്നും വലിയ ഇത് കാണുന്നില്ല വില്ലേജ് ഉള്ളതായിട്ട്. വില്ലേജിൻ്റെ ആ ഒരു പോസ്റ്റ് മാതിരിയുള്ള സാധനമൊക്കെ മേത്തിലും ഉണ്ടാവില്ല, അതൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ട്രഷർ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു, ബട്ട് അത് പിന്നെ പോയില്ല. ബോട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു, വെറുതെ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് പോയില്ല. അപ്പം നൈറ്റായി സ്ഥിതിക്ക് ഇനി നമുക്ക് അടുക്കാം. അപ്പം രാവിലെ ആയതിനു ശേഷം നമുക്കിനി വില്ലേജ് തപ്പി പോകാം. നൈറ്റ് റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ കടക്കുന്നത്. നൈറ്റിലൊക്കെ മോൺസ്റ്റേഴ്സിനൊക്കെ ഹണ്ട് ചെയ്യണമെന്നുണ്ട്, ബട്ട് വെപ്പൺസും ഇതൊന്നും ഷൂട്ടൊന്നും നല്ലത് കയ്യിലില്ല. അപ്പോൾ അവിടെ ഒരു വലിയ കേവ് കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ മൈൻ ചെയ്യാൻ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നു, ഒരുപാട് വന്നിട്ടില്ല, കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേത്തിൽ കയറി നോക്കാം. ഓക്കെ, അതാ ഗൈസ്, അവിടെ ഒരു വില്ലേജ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് ചെറിയ വില്ലേജാണ്, വലിയ വില്ലേജല്ല, അത് കണ്ടാലേ അറിയാം. ചെറിയ വില്ലേജാണിത്. അപ്പം വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇവിടെ വേണ്ട. അപ്പം നമുക്ക് ഇവിടെ തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്യാം. ചെസ്റ്റും കാര്യങ്ങളും ബെഡും ഒക്കെ പ്ലേസ് ചെയ്തിട്ട് റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റ് ചെയ്യാം. റീസ്പോൺ പോയിൻ്റ് ഇവിടെ സെറ്റായാൽ പിന്നെ പേടിക്കാനില്ല ഗൈസ്. നമ്മൾ സ്പോണും ഇങ്ങോട്ടേക്ക് തന്നെ ആകുമല്ലോ. അപ്പോൾ നമുക്ക് വില്ലേജിൻ്റെ അടുത്ത് തന്നെ ആയി കിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ചെസ്റ്റിൽ എടുത്ത് വെച്ചാൽ ഫുള്ള് നഷ്ടപ്പെടില്ലല്ലോ. നമുക്കെല്ലാം കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈൻ ചെയ്യാൻ പോകണം. അതേപോലെ തന്നെ ഇന്ന് വീടിൻ്റെ ചെറിയ സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ വീടിൻ്റെ ചെറിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബെഡ് പ്ലേസ് ചെയ്യാം, റീസ്പോൺ പോയിൻറ്റും സെറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാം. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ, കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചു. വില്ലേജ് ഞാൻ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. വില്ലേജ് വലിയ വില്ലേജൊന്നുമല്ല, ചെറിയൊരു വില്ലേജാണ്. അധികം വില്ലേജസും കാര്യമൊന്നുമില്ല. മറ്റേ ഫാം 1-2 എണ്ണം കണ്ടേ ഉള്ളൂ. പിന്നെ ഒരു കൗവിൻ്റെ ഒരു ഇതുമുണ്ട്, ആലയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പുല്ലുകളൊക്കെ ഒന്ന് കളയണം. അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വീട് വെക്കാനുള്ള ഇത് ചെയ്യണം. അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ വില്ലേജിൽ വന്നിട്ടുള്ള ഫസ്റ്റ് നൈറ്റാണ് ഗൈസ്. അപ്പം അത് സെറ്റായി. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള പുല്ലുകൾ കൂടി ഒന്ന് വെള്ളമൊഴിച്ച് കളഞ്ഞിട്ട് നമുക്കിവിടെ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ആദ്യം ഒരു തറ പോലെ ഒരു സ്ട്രക്ചർ കെട്ടാം. സ്റ്റോണ് നമ്മളെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട് തോന്നുന്നു. ഒരു 50 സ്റ്റോൺ ഉണ്ട്, അത് മതിയാകത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മഡ് ആവശ്യമുണ്ട്, ഡേർട്ട് ആവശ്യമുണ്ട് ഗൈസ്. അവിടെ
ബാക്ക് സൈഡ് ചെറുതായിട്ട് ഒരു ഷേപ്പിലല്ല, അപ്പോൾ അതൊന്ന് ഷേപ്പിലാക്കാൻ കുറച്ച് ഡേർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഡേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ. സ്ട്രക്ചർ നമുക്ക് വേറെ സ്റ്റോൺ തയ്യാൻ ചാൻസ് ഇല്ല. 50 സ്റ്റോണേ ഉള്ളൂ. നമുക്ക് സ്റ്റോൺ ഒരുപാട് ആവശ്യമുണ്ട്. സ്ട്രക്ചറും ഗ്രൗണ്ട് ഫ്ലോറും അതായത് ഗ്രൗണ്ടിൻ്റെ അവിടെ നമ്മൾ സ്റ്റോണാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോണിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ള സ്റ്റോൺ എത്രത്തോളം പോകും നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ഒരു 3 ഡോട്ടുണ്ട്. ഓക്കെ, അതും വെച്ചു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോൺ പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റോൺ നമ്മൾ ഏകദേശം ഇവിടെ കയറ്റാണ് വെക്കുന്നത്. നമ്മളൊരു വെറൈറ്റി വീടാണ് കേസ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ സ്റ്റോണ് പ്ലേസ് ചെയ്ത് തരാം. നമുക്ക് സ്റ്റോൺ ഇനി എവിടേക്ക് വെക്കാം. നമ്മൾ ഈ ഒരു ലാൻഡിൻ്റെ ഒരു ഷേപ്പിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നത്. അതായത് ഈ ഒരു ലാൻഡ് വെച്ച ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലേക്കാണ്. വളവും തിരിവൊക്കെ ഇതിൻ്റെ ഷേപ്പിന് എങ്ങനെ ഉണ്ടോ അങ്ങനെ തന്നെ അതിന് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഓവർ വലുതായിട്ട് നമ്മളത് മാറ്റുന്നില്ല. കാരണം നമുക്ക് വലിയ വീടിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരാളല്ലോ, ചെറിയൊരു വീട് മതി. അപ്പം അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ആകെ 2 സ്റ്റോൺ കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ സ്റ്റോണ് നമുക്ക് താഴത്ത് പ്ലേസ് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഇവിടെയുള്ള ഡേർട്ടൊക്കെ ഒന്ന് കളയണം. എൻ്റെ ഉള്ള ആ ഷവൽ പൊട്ടിപ്പോയി. അപ്പോൾ നമുക്കൊരു പുതിയ ഷവൽ ഉണ്ടാക്കാം. ഓക്കെ, ഷവൽ സെറ്റായി. അപ്പോൾ നമുക്കിനി ഷവൽ യൂസ് ചെയ്ത് ഡേർട്ടൊക്കെ കളയണം. അപ്പം ആദ്യം സ്റ്റോൺ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ബട്ട് ആദ്യം ഷവൽ വെച്ച് അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് കോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കോള് മസ്റ്റാണ്. നമുക്ക് ടോർച്ചില്ല, ടോർച്ച് അത്യാവശ്യം ഉണ്ടാക്കിയേക്കണം. മൈൻ ചെയ്യാൻ പോകുന്നവരൊക്കെ ടോർച്ച് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഓക്കെ, നമ്മൾ അവിടുത്തെ ഡേർട്ടൊക്കെ കളഞ്ഞു. ഒരു സ്റ്റോൺ പ്ലേസ് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യമുള്ള സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മൈൻ ചെയ്ത് പോകാം. ആവശ്യമുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചവിടേക്ക് തന്നെ പോയിട്ട് ഒക്കെ പ്ലേസ് ചെയ്ത് സെറ്റാക്കണം. അപ്പം ഇന്ന് വീട് ഫുള്ള് ഉണ്ടാക്കാൻ പറ്റുമോ അറിയത്തില്ല. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടുന്ന് കുറച്ച് കോള് കിട്ടിയിരുന്നു. അപ്പം നമ്മൾ ആ കോള് ഇൻവെൻട്രിയിലുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ സ്റ്റോൺ പ്ലേസ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു വിചാരിച്ചത്. ബട്ട് പ്ലാൻ മൊത്തം ചേഞ്ച് ആയിപ്പോയി. അത് ഇങ്ങനെ ഉണ്ടാക്കി വന്നപ്പം അത് വീട് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയല്ല, ഫുള്ള് വുഡ് കൊണ്ടുള്ളൊരു വീടായിരുന്നു. ബട്ട് അത് സ്റ്റോണ് എല്ലാം കൂടി പണി കിട്ടി. അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നൈറ്റ് ഇനി നമ്മൾ കുറച്ച് സ്റ്റോൺ കൂടി എടുത്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സ്റ്റോണൊക്കെ ഇവിടുന്ന് മൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ കോള് കുറച്ച് നമ്മൾ അകത്തേക്ക് മൈൻ ചെയ്തപ്പോൾ കുറച്ച് കോളും കോപ്പറൊക്കെ അവിടുന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളുള്ള പിക്കാക്സ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിനി രാവിലെ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കടക്കാം. അപ്പോൾ കടന്നിട്ട് രാവിലെ പുതിയ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത മൈനിന് പോകാം. അപ്പോൾ സ്റ്റോൺ ആകെ 3 എണ്ണേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ സ്റ്റോണാണെന്ന് വിചാരിച്ച് ഇത്രയും നേരം മൈൻ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇത് വേറെ എന്തോ ഒരു ബ്ലോക്കായിരുന്നു. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഗ്രൗണ്ടിലേക്കാണല്ലോ, നമുക്ക് അവിടെ അത് പ്ലേസ് ചെയ്യാം. 3 സ്റ്റോണേ അവിടുന്ന് മൈൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ബാക്കി വേറൊരു സാധനമാണ് കിട്ടി. ഉള്ളതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചുറ്റും ഗ്രൗണ്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊരു ഡോറുണ്ടായിരുന്നു നേരത്തെ ഷിപ്പിലിറങ്ങാൻ വേണ്ടി വെച്ച്, അത് പ്ലേസ് ചെയ്തു. അപ്പം ഇന്ന് ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ബാക്കി മൈനിങ് വീടിൻ്റെ ബാക്കി പണികളൊക്കെ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്.